ഹായ് പ്രിയമുള്ളവരെ, ശ്രീനിവാസദേവാണ്. N4 നച്ചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപാട് കഥകളും ചെറുകഥകളും പത്രങ്ങളും എല്ലാം ഉള്ള ഒരു നല്ലൊരു വായനശാല, ഒരു ഗ്രാമീണ മേഖല. അപ്പോൾ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ. കോട്ടയം ജില്ലയിലെ തലപ്പലം എന്ന സ്ഥലത്താണ് ഈ ഗ്രാമീണ വായനശാല. മനോഹരമായ വായനശാലയാണ്. ഏകദേശം 30,000 പുസ്തകങ്ങളും 1400 അംഗങ്ങളുണ്ട്. ഇതാണ് ആ വായനശാല. നിറയെ പുസ്തകങ്ങളാണ്. അപ്പം പുസ്തകങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ. എൻ്റെ യാത്രയിൽ ഞാൻ കണ്ട മനോഹരമായ ഒരു കാഴ്ചയാണിത്. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുകയും മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്നവരുടെ ഇടയിൽ നമ്മുടെ ഈ കോട്ടയം, അക്ഷരത്തിൻ്റെ നാടാണ് കോട്ടയം. ആ കോട്ടയം ജില്ലയിൽ ഈ തലപ്പലം എന്ന ഗ്രാമത്തിൽ മനോഹരമായ ഈ കാഴ്ച കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞുപോയി. ഒരുപാട് കഥകളും ചെറുകഥകളും നോവലും അതുപോലെ ശാസ്ത്ര സാഹിത്യ പുസ്തകങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ മതപരമായ വിജ്ഞാനങ്ങളുടെ പുസ്തകങ്ങൾ, സംഘടനകൾ, രാഷ്ട്രീയ പുസ്തകങ്ങൾ എല്ലാം അടങ്ങിയ ഒരു സ്ഥലമാണ്. കാരണം എല്ലാം ഉണ്ട്. 30,000 പുസ്തകങ്ങളുണ്ട്. അതുപോലെ തന്നെ 1400 മെമ്പർമാരുണ്ട്. കാരണം ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ ഈ ഒരു സംഘാടകരെ അഭിനന്ദിച്ചേ മതിയാവും. അപ്പം മനോഹരമാണ്. അതുപോലെ തന്നെ പത്രങ്ങൾ, ഏകദേശം 10-ലേറെ പത്രങ്ങളുണ്ട്. നമുക്ക് എപ്പോഴും സൈലന്റ് ആയിട്ട് മനസ്സ് നിറഞ്ഞ് പോയിരുന്ന് വായിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ഒരു തലപ്പലത്തെ ഗ്രാമീണ വായനശാല. ശരിക്കൊരു ഗ്രാമത്തിന്റെ അന്തരീക്ഷം. പലപ്പോഴും ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷമാണ് വായനക്ക് നമ്മളിന്ന് അകന്നു പോയത്. ഇത് കണ്ടപ്പോൾ അഭിമാനം തോന്നിപ്പോയി. 80 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വായനശാലയാണിത്. 30,000 പുസ്തകമുണ്ട് നിലവിൽ. 1400 മെമ്പർമാരുമുണ്ട്. ഞാൻ ചെന്ന സമയത്ത് ഈ ചേട്ടനായിരുന്നു അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. വളരെ സ്നേഹത്തോടാണ് എന്നോട് പെരുമാറിയത്. ആ ചേട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഏകദേശം 30,000 മെമ്പർമാരും ഒക്കെ ഉള്ള ഒരു വലിയൊരു വായനശാലയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മാണി സാറാണ് അതിൽ ഉദ്ഘാടനം ചെയ്തത്. ഇതൊക്കെ ഇതിലെ അംഗങ്ങളാണ്. ഒരുപാട് അംഗങ്ങൾ, സെക്രട്ടറി, പ്രസിഡന്റ് ഒക്കെ ഉണ്ട്. ഇദ്ദേഹം ഇതിന്റെ ഒരു സെക്രട്ടറി ആയിരുന്നു, അന്തരിച്ചു പോയി. ആയിരിക്കണം നാട്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഒരു വായനശാലയും ലൈബ്രറിയും ഒരു വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നു. ഇതിൻ്റെ എല്ലാ സംഘടകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇതിനെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. ഇഷ്ടമാതിരി പത്രങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, വളരെ സന്തോഷം.